can happiness stay same even if quantity changes? യെസ്, അത് തന്നെയാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവിൽ പഠിക്കുന്നത്. ഇൻഡിഫറൻസ് കർവ് ഷോസ് ദി കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് ദാറ്റ് ഗിവ് ദി കൺസ്യൂമർ ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓർ യൂട്ടിലിറ്റി. അതായത് രണ്ട് വസ്തുക്കളുടെ കോമ്പിനേഷനുകൾ ഉപയോഗിക്കുമ്പോൾ കൺസ്യൂമറിന് ഒരേ സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയാണെന്ന് വെച്ചാൽ ആ പോയിന്റുകളൊക്കെ ചേർത്തിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അതായത് ഇൻഡിഫറൻസ് കർവ് ഈസ് ഈക്വൽ ടു സെയിം സാറ്റിസ്ഫാക്ഷൻ ബട്ട് ഡിഫറെൻറ്റ് കോംബോ. ഇതാണ് ഡിഫറെൻറ്റ് കോംബോ. എ കോംബോയിൽ ഒരു കോഫിയും 4 ബിസ്ക്കറ്റും, ബി കോംബോയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ 2 കോഫിയും 3 ബിസ്ക്കറ്റും, സി കോംബോയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ 3 കോഫിയും 2 ബിസ്ക്കറ്റും, ഡി കോംബോയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അയാൾ 4 കോഫിയും 1 ബിസ്ക്കറ്റ്. ഇത് കോഫി നേടാൻ വേണ്ടിയിട്ട് ബിസ്ക്കറ്റ് വിട്ടുകൊടുത്തു. എന്നിരുന്നാലും അയാൾക്ക് എല്ലാ കോമ്പിനേഷനുകളിൽ നിന്നും സെയിം സാറ്റിസ്ഫാക്ഷൻ 100 ആണ് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രകാരം എന്താണ് നമ്മൾ ഇൻഡിഫറൻസ് കർവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുമ്പോൾ കോൺവെക്സ് ടു ദി ഒറിജിൻ. കാരണം ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് പ്രവർത്തിക്കുന്നത്. അയാൾ ഒരു കോഫി നേടാൻ വേണ്ടിയിട്ട് എത്ര ബിസ്ക്കറ്റ് വില്ലിംഗ് ടു ഗിവ് അപ്പ് എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും കർവ് കോൺവെക്സ് ടു ദി ഒറിജിൻ ആണ് വരുന്നത്. രണ്ടാമത്തതൊന്ന് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. അതായത് ഒരു വസ്തു കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു വസ്തുവിന്റെ അളവ് എത്ര കുറച്ചു എന്ന് കാണിക്കുന്നത് കൊണ്ട് എപ്പോഴും കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. മൂന്നാമത് ഈ കർവ് നെവർ ഇന്റർസെക്ട്. കർവ് നെവർ ഇന്റർസെക്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഇൻഡിഫറൻസ് കർവ് വേറെ വരാം. കാരണം വേറെ കോംബോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഇൻഡിഫറൻസ് കർവും കൂടി വന്നു കഴിഞ്ഞാലും ഒരിക്കലും കർവ് ഇന്റർസെക്ട് ചെയ്യില്ല. കാരണം എന്താണ്? ഒരു ഉപഭോക്താവിന് ഒരേ സമയത്ത് വ്യത്യസ്തങ്ങളായ സന്തോഷ നിലകൾ ഉണ്ടാവില്ല എന്നതുകൊണ്ട് തന്നെ കർവ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. നാലാമത്തതാണ് ഹയർ കർവ്. ഇതിന്റെ ഇപ്പുറത്ത് ഇനി വേറൊരു ഇൻഡിഫറൻസ് കർവ് സെക്കൻഡ് വന്ന് ഇൻഡിഫറൻസ് കർവ് 3 വന്നാലും ഹയർ കർവ് ഇൻഡിക്കേറ്റ്സ് ഹയർ സാറ്റിസ്ഫാക്ഷൻ. അതായത് റൈറ്റിലേക്ക് പോകും തോറും സാറ്റിസ്ഫാക്ഷന്റെ അളവ് കൂടി വരും. ഇതാണ് ഇൻഡിഫറൻസ് കർവ്.